അറിയാം, എനിക്ക് നന്നായി അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നതെന്ന്. ഇങ്ങനെയുള്ളവർ പരീക്ഷ എഴുതേണ്ടതില്ല. ആ ഗണത്തിൽ ഞങ്ങളെങ്ങാനും പെടുവോ, രക്ഷപ്പെടൂലെന്ന് വിചാരിച്ച് വന്നതല്ലേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് വിഭാഗത്തിൽ പെട്ടവരാണ് എക്സാം എഴുതേണ്ടതില്ല എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം. ബാക്കി നമുക്ക് തുടങ്ങാം. മക്കളെ, എങ്ങനെയുള്ളവരാണ് പരീക്ഷ എഴുതേണ്ടത് ഇല്ല എന്ന് പറഞ്ഞത്? ഞാനതൊരു അഭിഷുക്തിക്ക് പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ സെക്കൻഡ് ചാപ്റ്റർ ആകുമ്പോഴേക്കും നിങ്ങൾ കലോത്സവത്തിൻ്റെയും സ്പോർട്സിൻ്റെയും തിരക്കിലായപ്പോൾ ആ ചാപ്റ്റർ അറിയുന്നില്ല. മാത്സിൻ്റെ ഇക്വേഷൻ എനിക്കറിയില്ല, ഇത് ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഫിസിക്സിൻ്റെ നിയമങ്ങൾ എനിക്കറിയില്ല, സോഷ്യലിൻ്റെ പല കാര്യങ്ങളും എനിക്ക് പോയിന്റ് വൈസ് ആയിട്ട് അറിയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊന്നും പരീക്ഷ എഴുതേണ്ടടാ. അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് ഒരു മധുര പ്രതികാരം പോലെ തീർത്തു കൊടുക്കണ്ടേ? പുസ്തകത്തിന്റെ മുന്നിൽ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് ഉറങ്ങിയാൽ മതിയോ? അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്ന് വെച്ച് തല ചൊറിഞ്ഞിരുന്നാൽ മതിയോ? അല്ലല്ലോ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പിന്നെ എന്തിന് നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കും. എന്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മധുര പ്രതികാരം ചെയ്യണോ? നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട്, നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതെന്നല്ലേ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ക്ലാസ് ശല്യപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അവരോടൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയ കാര്യം എന്താണെന്നറിയോ? എക്സാമിന് കാണിച്ചു തരാം. സാറ് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലടിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ 7 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനുമായി ഫെബ്രുവരി 16 ഞായറാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ വരുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. 7 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങളോട് മുഖത്ത് നോക്കി നിങ്ങളൊന്നും പാസ്സാവാൻ പോകുന്നില്ലടെ, നിങ്ങളൊന്നും 9ാം ക്ലാസ്സിൽ തന്നെ ഒന്നും കൂടി ഇരിക്കേണ്ടി വരുമെന്ന് നിങ്ങളെ മുഖത്തോക്കി പറഞ്ഞവർക്ക് മുന്നിൽ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ ഓരോ പേപ്പറുകളും ഓരോ അഡീഷണൽ ഷീറ്റുകളും വാങ്ങുന്നത് കണ്ട് നിങ്ങളോട് മുഖത്തു നോക്കി പറഞ്ഞ ടീച്ചേഴ്സ് ഞെട്ടിത്തരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. മക്കളെ മറക്കരുത്. ഞായറാഴ്ച ആയിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് ബീച്ചിലോ നിങ്ങൾക്ക് പാർക്കിലൊക്കെ കറങ്ങാൻ പോകുന്ന ദിവസമായിരിക്കും. ഇനിയും കറങ്ങാമെടാ. ഈ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കറങ്ങാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഞായറാഴ്ചയുള്ള സ്റ്റഡി പ്ലാനിൽ വാ. ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നത്, എൻ്റെ അനിയന്മാരോ അനിയത്തികളോ അല്ല, നിങ്ങളെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളോട് അത്രയ്ക്ക് ബന്ധമായി പോയി, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളോടൊരു കണക്ഷൻ വന്നുപോയി. മക്കളെ എന്ന് കാണാത്ത മുഖങ്ങളെ നോക്കി, കേൾക്കാത്ത ശബ്ദങ്ങളെ നോക്കി മക്കളെ എന്ന് ഞാൻ വിളിച്ചു. അതിൻ്റെ ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ വിളിക്കുകയാണ് വീണ്ടും. സ്റ്റഡി പ്ലാൻ വാ. ഈ 7 ദിവസം കൊണ്ട് നിങ്ങളെ എങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും നമ്മൾ കാണിച്ചു തരാം. അപ്പം മക്കളെ മറക്കരുത്, വീണ്ടും വിളിക്കുകയാണ്, മറക്കരുത്. ഫെബ്രുവരി 16 ഞായറാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ ഒരുമിച്ച് ഇത് പൊട്ടിക്കും. പടക്കം പൊട്ടിക്കണ ഒരു കയ്യടിയും ഒരു ലൈക്കും തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫെബ്രുവരി 16 ഞായറാഴ്ച രാത്രി 7 മണിക്ക് കാണാം. ബൈ.